മഴ, തണുപ്പ്, വെയിൽ, ചൂട് എന്നിങ്ങനെ ഡിസംബറിൽ പതിവില്ലാത്ത പലതരം അവസ്ഥയിലൂടെയാണ് ബംഗളൂരു കടന്നുപോകുന്നത്. പൊതുവെ ഡിസംബർ തണുപ്പോടെയാണ് ആരംഭിക്കുന്നതെങ്കിൽ ഇത്തവണ ഇത് മഴയായിരുന്നു. പിന്നീട് ആകാശം തെളിഞ്ഞു തുടങ്ങിയെങ്കിലും അതിനുശേഷം കാത്തിരുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയാണ്. ഇപ്പോഴിതാ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് പതിവിലും ചൂട് കൂടിയ ഡിസംബർ മാസമാണത്രേ ഈ വർഷം അനുഭവപ്പെടുന്നത്. പ്രതീക്ഷിച്ച തണുപ്പ് ഈ വർഷം ഉണ്ടായേക്കില്ല എന്നാണ് സൂചനകൾ. ഇന്ന് ഡിസംബർ 10 ചൊവ്വാഴ്ച ബംഗളൂരു നഗരത്തിൽ ഭാഗികമായി മേഘാവൃതമായ ആകാശമായിരിക്കും അനുഭവപ്പെടുക. ദിവസം മുഴുവനും ഇത് തന്നെ തുടരുവാനാണ് സാധ്യത. ഇന്നത്തെ കുറഞ്ഞ താപനില 18 ഡിഗ്രി സെൽഷ്യസും കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും. മാത്രമല്ല ഇന്ന് നഗരത്തിൽ മഴ മുന്നറിയിപ്പുകളൊന്നും നിലനിൽക്കുന്നില്ല. പ്രതിദിന താപനില സാധാരണയേക്കാൾ കൂടുതലാണ് ഇപ്പോഴുള്ളത്. അതേസമയം വരും ദിവസങ്ങളിൽ നഗരത്തിൽ മഴ പെയ്യുമെന്നാണ് ഡെക്കാൻ ഹെറാൾഡ് കാലാവസ്ഥാ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. വ്യാഴാഴ്ച ബംഗളൂരു നഗരത്തിൽ കനത്ത മഴയും പിന്നീടുള്ള ദിവസങ്ങളിൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. കനത്ത മഴയോടെ നഗരത്തിൽ താപനില കുറവുണ്ടായേക്കും. ഡിസംബർ 11 ബുധൻ മേഘാവൃതമായ ആകാശം, മഴ പെയ്യാനുള്ള സാധ്യത, കുറഞ്ഞ താപനില 18 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. ഡിസംബർ 12 വ്യാഴം മേഘാവൃതമായ ആകാശം, നേരിയ മഴ, തണുത്ത അന്തരീക്ഷം, കുറഞ്ഞ താപനില 18 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. ഡിസംബർ 13 വെള്ളി പൊതുവെ മേഘാവൃതമായ ആകാശവും നേരിയ മഴയും, തണുപ്പ്, കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. ഡിസംബർ 14 ശനി ഭാഗികമായി മേഘാവൃതമായ ആകാശം, കുറഞ്ഞ താപനില 18 ഡിഗ്രി സെൽഷ്യസും കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസും, തെളിഞ്ഞ ആകാശം. ഡിസംബർ 14 ശനി ഭാഗികമായി മേഘാവൃതമായ ആകാശം, കുറഞ്ഞ താപനില 18 ഡിഗ്രി സെൽഷ്യസും കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, തെളിഞ്ഞ ആകാശം, ചിതറിക്കിടക്കുന്ന മേഘങ്ങൾ. ഡിസംബർ 15 ഞായർ ഭാഗികമായി മേഘാവൃതമായ ആകാശം, തെളിഞ്ഞ ആകാശം, സുഖകരമായ കാലാവസ്ഥ. ഡിസംബർ 15 ഞായർ ഭാഗികമായി മേഘാവൃതമായ ആകാശം, തെളിഞ്ഞ ആകാശം, സുഖകരമായ കാലാവസ്ഥ. ഡിസംബർ മാസത്തിലെ ആദ്യ കുറച്ച് ദിവസങ്ങളിൽ നഗരങ്ങളിൽ നല്ല തണുപ്പ് അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതുവരെയും ബംഗളൂരിൽ വിന്റർ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് ഡെക്കാൻ ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്യുന്നത്. വടക്കുകിഴക്കൻ മൺസൂൺ ഇതുവരെയും അവസാനിക്കാത്ത സാഹചര്യത്തിലും ഡിസംബറിന് ശേഷം ജനുവരി ആദ്യവാരം വരെ നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ളതിനാലാണിത്. ബംഗളൂരുവിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മേധാവിയും ശാസ്ത്രജ്ഞനുമായ എൻ പുവിയരശനെ ഉദ്ധരിച്ചാണിത്. നവംബറിലെ അവസാന ആഴ്ചയും ഡിസംബറിലെ ആദ്യ ദിവസങ്ങളിലും ഫെങ്കൽ ചുഴലിക്കാറ്റിന്റെ ഫലമായുണ്ടായ തണുത്ത കാറ്റ് ബംഗളൂരുവിൽ അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ തുടർന്നു വരുന്ന ദിവസങ്ങളിൽ പൊതുവെ ചൂടാണ് പകൽ അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ച കോലാർ, കൃഷ്ണഗിരി, കിഴക്ക് തമിഴ്നാട് ഭാഗങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ മഴ ലഭിച്ചിട്ടില്ല. ഇതിന്റെ ഫലമായി ബംഗളൂരിൽ ശക്തമായ കിഴക്കൻ കാറ്റാണ് അനുഭവപ്പെട്ടത്. ഇത് സാധാരണ താപനിലയേക്കാൾ കൂടുതൽ അനുഭവപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്നു. 1981 മുതൽ 2010 കാലയളവിൽ ബംഗളൂരിൽ ഡിസംബർ മാസത്തിലെ ശരാശരി കൂടിയ താപനില 26.5 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 16.2 ഡിഗ്രി സെൽഷ്യസുമായിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയിലെ കണക്കെടുത്താൽ കൂടിയ താപനില 28.8 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 18.9 ഡിഗ്രി സെൽഷ്യസുമാണ് അനുഭവപ്പെട്ടത്. അതേസമയം ഡിസംബർ മാസത്തിൽ ബംഗളൂരുവിൽ ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയത് 31.4 ഡിഗ്രി സെൽഷ്യസ് ആണ്. 2018 ഡിസംബർ 27-നായിരുന്നു ഇത്.